ഒരു വൈകുന്നേര സമയം ചുമ്മാ പുറത്തേക്ക് നോക്കി വരാന്തയിൽ ഇരിക്കുമ്പോഴാണ് ആസിഫിന്റെ വരവ്. അളിയ എന്തൊക്കെയാ? ഓ എന്ത്, നീ വാ ഇരിക്കി. അളിയ നിന്റെ വികാരം കൊടുക്കുന്നോ? അത് കേട്ടപ്പോൾ ഞാനൊന്ന് എൻ്റെ വികാരത്തിനൊക്കെ അതല്ലടാ, നിന്റെ ബുള്ളറ്റ്. ഓ ആ വികാരം. വികാരം 500cc ഉണ്ട്, ഒക്കുന്ന വില കിട്ടിയാൽ കൊടുക്കും. എന്നാ നീ നാളെ രാവിലെ എടപ്പാളിലേക്കൊന്ന് വാ. പട്ടാമ്പിയിൽ ഒരു പാർട്ടി ഒരു ബുള്ളറ്റ് നോക്കുന്നുണ്ട്. അയാൾക്ക് വണ്ടി ഒന്ന് കാണണം. ഞാൻ വരാന്ന് പറഞ്ഞ് അവനപ്പോൾ ശബ്ദം താഴ്ത്തി ചോദിക്കുക. അളിയ, തിരക്കഥാകൃത്ത് യൂസ്ഡ് വണ്ടി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ കയറ്റി വെച്ചിട്ടുണ്ട്. നാറ്റിക്കരുത് നീ. അവൻ കയറ്റി വെക്കും. കാരണം കയ്യിലുള്ളൊരു പെട്ടിയോട്ടോ വിറ്റ് പോവാഞ്ഞിട്ട് ഡോക്ടർ യൂസ്ഡ് പെട്ടിയോട്ടോ എന്നും പറഞ്ഞ് കച്ചവടം നടത്തിയ ആളാ. കൺഫ്യൂഷൻ അല്ലെന്നോ? എടാ, കഴിഞ്ഞ ആഴ്ച പോയി ഒരു ലോങ് ട്രിപ്പ് പോയി വന്നിട്ടേ ഉള്ളൂ. എടാ പീറ്ററെ, അതൊന്നും നീ അയാളോട് എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട. ലോങ്ങേ ഓടിയിട്ടില്ലെന്നാ ഞാൻ കാച്ചിയത്. പിറ്റേന്ന് റെഡിയായി പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് നല്ല മഴ. മഴ നല്ല ലക്ഷണമാണ്. മിക്കവാറും പറഞ്ഞ വിലക്ക് തന്നെ പട്ടാമ്പിക്കാർ അത് കൊണ്ടുപോകുന്ന തോന്നുന്നത്. പിന്നെ അവൻ്റെ വക അടിപൊളി ഹിസ്റ്ററി ഉണ്ടല്ലോ. ഞാൻ എടപ്പാൾ സഫാരി ഗ്രൗണ്ട് ചെല്ലുമ്പോൾ പട്ടാമ്പിക്കാർ അവിടെ എത്തിയിട്ടുണ്ട്. അയാളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആസിഫ് കയ്യും കലാശവും കാട്ടി എന്തൊക്കെയോ പറയുന്നതും കാണാം. വണ്ടി ഓണറായ എന്നെക്കുറിച്ച് നല്ല ബിൽഡപ്പ് കൊടുത്തെന്നായിരിക്കും. കള്ളം. ഞാൻ മുടിയൊക്കെ ഒന്ന് റെഡിയാക്കി വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അടുത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ എൻ്റെ കണ്ണ് അവർ രണ്ടാളും കണ്ണും തള്ളിക്കൊണ്ട് നോക്കി നിൽക്കുക. ഞാൻ ലൈറ്റായിട്ട് ചിരിച്ച് തല ഇളക്കി ചോദിച്ചു, അല്ല എന്തേ? പീറ്ററെ, നീ എന്ത് കാണിക്കാനാ വന്നത്? ബുള്ളറ്റ്. എടാ, എന്നിട്ട് ബുള്ളറ്റ് എവിടെ? ഉണ്ട കുടുങ്ങിയെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. മഴ പെയ്തപ്പോൾ നനയണ്ടെന്ന് വിചാരിച്ച് കാർ എടുത്തിട്ടല്ലേ ഞാൻ വന്നത്. എൻ്റെ സകലതും പോയി. മിസ്റ്റർ പട്ടാമ്പി ആസിഫിനെ മാറ്റി നിർത്തി പറഞ്ഞു, ഞാൻ വിട്ടു. വിടണ്ട, ഇവനേ ഇങ്ങനെയുള്ളൂ. ഇവന്റെ വണ്ടി ഉഷാറാ. പട്ടാമ്പിക്കാരൻ പട്ടാമ്പിയിലേക്ക് തന്നെ തിരിച്ചുപോയി. അങ്ങനെ ഡീല് തോറ്റ് നമ്മൾ തിരിച്ചു വരുമ്പോൾ ആസിഫ് എന്നോട് പറഞ്ഞു, ഒരു കാര്യത്തിൽ എനിക്ക് സമാധാനമുണ്ട്. ഞാൻ അയാളോട് വണ്ടിയെക്കുറിച്ച് ബിൽഡപ്പ് ഇട്ടിട്ടുള്ളൂ. നിന്നെക്കുറിച്ച് ഒന്നും പറയാതിരുന്നു നന്നായി. ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആ കുറ്റബോധം മാറുമായിരുന്നോ?